പറയുന്നതിനെ ആരും വളച്ചൊടിച്ചിട്ടോ വെട്ടിത്തിരുത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ പരിശുദ്ധ ഖുർആൻ അറിയാത്തവരും നിസ്കരിക്കാത്തവരും അതുപോലെ മതത്തെ സംബന്ധിച്ച് ഒരു ചുക്കും പഠിക്കാത്തവരുമാണ് ചാനലുകളിൽ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ചിലർ. ആരെങ്കിലും പത്രക്കാർ പിടിച്ചെടുക്കുന്നുവെങ്കിൽ ചിലർ എന്നത് വിട്ടുപോകണ്ട. മുറിച്ചെടുക്കുന്ന കാലമാണല്ലോ. നല്ലവരുണ്ട്, നല്ലവർ ഉണ്ട്. അവരുടെ പ്രചാരണവും അവരുടെ സഹായവും ചിലർ ഇവിടെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കണം, പ്രശ്നമുണ്ടാക്കണം എന്ന് മാത്രം കരുതി തെറ്റായ നിലക്ക് റിപ്പോർട്ട് ചെയ്യുകയും തെറ്റായ നിലക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഖേദകരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മതത്തെ സംബന്ധിച്ച് പറയാൻ അധികാരമുള്ളവർ മതപണ്ഡിതന്മാരാണ്. അവരത് പറയട്ടെ. അല്ലാത്തവർ അവരുടെ വഴി നോക്കണം. അവർ മതത്തിലേക്ക് കയറി വന്ന് പറയാൻ വരണ്ട. മതം പഠിക്കാത്ത നീ ഏതെങ്കിലും രണ്ടു വാക്ക് പറയാൻ പഠിച്ചതുകൊണ്ട് ചാനലിൽ കയറി ആലിമീങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഫോട്ടോ കത്തിച്ചാലും സ്വന്തം ശരീരം കൊണ്ട് കത്തിച്ചാലും ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ വിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല. ആരും അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. അതിന് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി, അടിച്ചമർത്തിക്കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും. സംശയിക്കണ്ട. വളരെയധികം ഭയപ്പെട്ടോ. സാധുക്കളായ സുന്നികളെ, സാധുക്കളായ പ്രവർത്തകരെ എന്തെങ്കിലും അധികാരം ഉപയോഗപ്പെടുത്തി ആര് തന്നെ ആയാലും ശരി അടിച്ചമർത്താൻ ഉദ്ദേശിച്ചാൽ അവർ അടിച്ചമർത്തപ്പെട്ടു പോകും. വളരെ ഗൗരവമായി ചിന്തിക്കണം. നാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീകരന്മാരും തീവ്രവാദികൾ വളർന്നുവരുന്ന കാലത്ത് അതില്ലായ്മ ചെയ്യാൻ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാവണം. ഹിന്ദുക്കളും മുസ്ലിംകളും ക്രൈസ്തവരും സർവ്വ ആളുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക തന്നെ വേണം. അല്ലാത്ത കാലത്തോളം നമ്മുടെ രാജ്യത്തിന് ഇവിടെ നിലനിൽപ്പുണ്ടാവുകയില്ല. ഈ രാജ്യം ഇവിടെ വേണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പോലെ ഭദ്രതയുള്ള ഒരു രാജ്യം വേറെ വളരെ കുറവാണ്. ഇന്ന് അറബ് രാഷ്ട്രങ്ങളിൽ പല സ്ഥലത്തും ആവശ്യമില്ലാതെ യുദ്ധം നടന്ന് കുഴപ്പങ്ങളായി ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നുകൂടാ. എവിടെയും വന്നുകൂടാ. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വന്നുകൂടാ. ഇന്ത്യ രാജ്യം, ഇന്ത്യ നമ്മുടേതാണ്. നമ്മുടേതാണ്. ഉറക്കെ പറയൂ, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. മുസ്ലിംകളുടേത് മാത്രമല്ല, ഹൈന്ദവരുടേത് മാത്രമല്ല, ജൂതന്മാരുടേത് മാത്രമല്ല, ക്രൈസ്തവരുടേത് മാത്രമല്ല, ഹിന്ദുക്കളുടേത് മാത്രമല്ല. ഇന്ത്യ ഇന്ത്യക്കാരായ ജനങ്ങളുടേതാണ്. ആ ഇന്ത്യയുടെ നിയമത്തിൽ എല്ലാവർക്കും സമാവകാശമുണ്ട്. സമാവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും സമാണ്,
വലിയവനും ചെറിയവനും നീണ്ടവനും കുറിയവനും സമമാണ് എന്നൊന്നല്ല അതിന്റെ അർത്ഥം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാവരും അതിൽ ബാധകമാണ്, ബാധകമാണ്. ആ നിലക്ക് ഇന്ത്യയുടെ നിയമം നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാതെ ശരിയായ നിയമം പാലിച്ചുകൊണ്ട് തന്നെ, അഥവാ ഗവൺമെന്റുകളോ വ്യക്തികളോ ആര് തന്നെ എന്ത് ചെയ്താലും നിയമവിരുദ്ധമായി ചെയ്താൽ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള പരിധിയും വഴിയും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ചോദ്യം ചെയ്ത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതാണ് ഈ സമ്മേളനത്തിന്റെ പ്രതിജ്ഞ. രണ്ടാമതായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് സഹോദരങ്ങളെ പറയാൻ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അവിടത്തോടുള്ള ഹുബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബ് വെച്ചത് കൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖം പറഞ്ഞത്, ശരീരം പറഞ്ഞത് ഒക്കെ നേരത്തെ ഒരു പ്രാസംഗികൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടു. ഇനിയും ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നു വല്ലുഹാ എന്നതുകൊണ്ട് ഉദ്ദേശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ മുഖമാണ്. വല്ലൈലി എന്നതുകൊണ്ട് ഉദ്ദേശം അവിടുത്തെ കറുത്ത തലമുടിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തെ ഓരോന്നോരോന്നെടുത്തുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബായതുകൊണ്ട്, അള്ളാഹു പ്രിയപ്പെട്ട ആളായതുകൊണ്ട് ആ പ്രിയപ്പെട്ട ആളുടെ പ്രവൃത്തി പറയലും വാക്ക് പറയലും അവിടുത്തെ ശരീരത്തെ സംബന്ധിച്ച് പറയലും അത് പറയലും എല്ലാം ഇഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച ആ മഹബത്ത് എല്ലാവരും നിലനിർത്തുകയും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്തിന് വേണ്ടി എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയും ഒന്ന് രണ്ട് ചെറിയ പ്രസംഗങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു ചെറിയൊരു അനുമതി തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവരാരും ഒന്നും പറഞ്ഞിട്ട് പറയല്ല ഞാൻ, എന്നാലും അവര് വളരെ